നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ത്യാഗസ്മരണയിൽ ഇസ്ലാം ജനത ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കുചേർന്ന് വിശ്വാസികൾ. കുവൈറ്റ് ദുരന്തം. സ്റ്റെഫിൻ എബ്രഹാമിന് കണ്ണീരോടെ വിട പറഞ്ഞ ജന്മനാട്. പാമ്പാടിയിലേക്ക് ഒഴുകിയത് ആയിരങ്ങൾ. കർഷക മക്കൾക്ക് ആദരവേകി ഇൻഫാം എക്സലൻസ് അവാർഡ്. വിദ്യാർത്ഥികൾ സംരംഭകരും തൊഴിൽദാതാക്കളുമാകണമെന്ന് മാർ ജോസ് പുളിക്കൽ. വാർത്തകൾ വിശദമായി. ത്യാഗസ്മരണയിൽ വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. ജമാഅത്തുകളുടെ ആഭിമുഖ്യത്തിൽ രാവിലെ പെരുന്നാൾ നമസ്കാരം നടന്നു. അചഞ്ചലമായ വിശ്വാസത്തിന്റെ സമർപ്പണത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ബലിപ്പെരുന്നാൾ. ത്യാഗസ്മരണയിൽ വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മയിലിന്റെയും ത്യാഗപൂർണമായ ജീവിതവും സമർപ്പണവുമാണ് ബലിപ്പെരുന്നാൾ വിശ്വാസികൾക്ക് നൽകുന്ന സന്ദേശം. ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തിയാണ് വലിയ പെരുന്നാൾ അഥവാ ബലിപ്പെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദ്യപുത്രനായ ഇസ്മയിലിനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ദൈവപ്രീതിക്കായി ബലി നൽകാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ. ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതീകമാണ് ബലിപ്പെരുന്നാൾ. മാത്രമല്ല, ബലിപെരുന്നാളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആഘോഷത്തിലുപരി അവൻ്റെ കർമ്മങ്ങളെ ഒന്നുകൂടി ഊഷ്മളമാക്കുന്നതിനും മാത്രമല്ല ബലിദാനത്തിലൂടെ ദൈവപ്രീതി സമ്പാദിക്കുന്നതിനുമുള്ള ഏറ്റവും വലിയ ഒരു വിശ്വാസിയുടെ ആത്മനിർവൃതിയുടെ ഒരു സന്ദേശം കൂടിയാണ് ബലിപെരുന്നാൾ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി, ഞങ്ങളുടെ മുൻകാല പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതചര്യകൾ അനുധാവനം ചെയ്തുകൊണ്ട് അവിടെ നിന്ന് കാണിച്ചു തന്ന ചില മാതൃകകൾ തീർച്ചയായും നമ്മളെല്ലാവരും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു അനുധാവനം ചെയ്തുകൊണ്ട് പൂർവികരായ മഹത്തുക്കളിൽ നിന്ന്, അമ്പിയാക്കളിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവപ്രീതിയും ദൈവഭക്തിയും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗവും ഒക്കെ ആയിട്ടാണ് ഈ പെരുന്നാളിനെ നാം കാണുന്നത്. മാത്രമല്ല, ഇതിലെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് തന്നെ ലോകത്തിൻ്റെ സമാധാനമാണ്, ജനങ്ങളുടെ ഐക്യമാണ്, മനസ്സുകൾ ഒന്നിക്കൽ. ഈ മാനവികമായ ഒരു മൈത്രിയുടെ, സൗഹാർദ്ദത്തിൻ്റെ, ഐക്യത്തിൻ്റെ ഒരു ഉദാത്ത മാതൃക എന്ന നിലയിൽ ജനങ്ങൾക്ക്, രാജ്യത്തിന്, നാടിന്, മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു ഒത്തൊരുമ ഉണ്ടാകണം എന്നുള്ള ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ് ഈ പെരുന്നാൾ സുദിനത്തിലൂടെ ഞങ്ങൾ കൈമാറുന്ന ഏറ്റവും വലിയൊരു സന്ദേശം. മസ്ജിദുകളുടെ നേതൃത്വത്തിൽ രാവിലെ പെരുന്നാൾ നമസ്കാരം നടന്നു. നൂറുകണക്കിന് വിശ്വാസികളാണ് പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് പരസ്പരം ആശംസകൾ പറഞ്ഞ് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മുസ്ലിം പള്ളികളിലൊന്നാണ് താഴത്തങ്ങാടി ജുമാ മസ്ജിദ്. വാസ്തുവിദ്യാ സമ്പന്നത കൊണ്ടും കൊത്തുപണികളുടെ സൗന്ദര്യം കൊണ്ടും പ്രശസ്തമാണ് ഈ പള്ളി. 8 മരത്തൂണുകളുടെ ഉറപ്പിൽ 1000 വർഷം പിന്നിട്ട അത്ഭുതമാണ് 2 നിലകളുള്ള താഴത്തങ്ങാടിയിലെ ജുമാ മസ്ജിദ്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മുസ്ലിം പള്ളികളിലൊന്നാണ് താഴത്തങ്ങാടി ജുമാ മസ്ജിദ്. കൊത്തുപണിയും തച്ചുശാസ്ത്രതന്ത്രവും തെളിഞ്ഞു നിൽക്കുന്ന പള്ളി വാസ്തുവിദ്യയിൽ കേരളത്തിലെ മറ്റെല്ലാ നിർമ്മിതികളെയും താരതമ്യം ചെയ്യുന്നു. 6000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തൃതിയുണ്ട് താഴത്തങ്ങാടി പള്ളിക്ക്. മട്ടുപ്പാവ്, മുഖപ്പ് എന്നിവയാണ് പള്ളിയുടെ മുൻഭാഗത്തെ അലങ്കാരങ്ങൾ. പ്രധാന വാതിലിന് കരിങ്കല്ലിൽ നിർമ്മിച്ച കട്ടിളയാണ്. തടിയിൽ അലങ്കരിച്ച 3 ചുമരുകളും പൂർണ്ണമായും തടിയിൽ നിർമ്മിച്ച ഒരു ഭിത്തിയുമാണ് പുറംപള്ളിയുടെ ഭംഗി. പള്ളിക്ക് ചതുരാകൃതിയിലുള്ള ഒരകത്തെ മുറ്റവും ഗേബിൾ ചെയ്ത മേൽക്കൂരയും മരത്തിൽ കൊത്തിയെടുത്തതാണ്. കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കാനെത്തിയ മാലിക് ദിനാറിന്റെ മകൻ ഹബീബ് ദിനാർ നിർമ്മിച്ചതെന്ന് കരുതുന്ന പള്ളിക്ക് 1000-ലധികം കൊല്ലം പഴക്കം പറയപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബുവിന് യാത്രാമൊഴി. രാവിലെ പേരമ്പ്രക്കുന്നിലെ വീട്ടിൽ എത്തിച്ച മൃതദേഹം ഉച്ചകഴിഞ്ഞ് IPC ബഥേൽ സഫയുടെ സെമിത്തേരിയിൽ സംസ്കരിച്ചു. കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബുവിന് കണ്ണീരോടെ വിട പറഞ്ഞ് ജന്മനാട്. രാവിലെ മാങ്ങാനം മന്ദിരം ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നും മൃതദേഹം പേരമ്പ്രക്കുന്നിലെ വീട്ടിൽ എത്തിച്ചു. സ്റ്റെഫിന്റെ എക്കാലത്തെയും ആഗ്രഹമായിരുന്നു സ്വന്തമായുള്ള വീട്. എന്നാൽ ഈ വീട്ടിലേക്ക് ചേതനയേറ്റ് സ്റ്റെഫിൻ എത്തിയപ്പോൾ കണ്ടുനിന്നവർ കണ്ണീർ പൊഴിച്ചു. തുടർന്ന് സെന്റ് മേരീസ് സിംഹാസന പള്ളിയുടെ ഓഡിറ്റോറിയത്തിലായിരുന്നു പൊതുദർശനം. നൂറുകണക്കിന് ആളുകളാണ് സ്റ്റെഫിനെ ഒരു നോക്ക് കാണുവാൻ എത്തിയത്. സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം IPC ബഥേൽ സഭയുടെ 9-ാം മൈലിലുള്ള സെമിത്തേരിയിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കർഷക മക്കൾക്ക് ആദരവേകി ഇൻഫാം എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. കർഷകരുടെ മക്കളെന്ന നിലയിൽ വിദ്യാർത്ഥികൾ ഈ നാടിനോടും മണ്ണിനോടും പ്രതിബദ്ധത ഉള്ളവരായിരിക്കണമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. ഇൻഫാം ദേശീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കിസാൻ ജെംസ് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു.
കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ മക്കളെന്ന നിലയിൽ വിദ്യാർത്ഥികൾ ഈ നാടിനോടും മണ്ണിനോടും പ്രതിബദ്ധത ഉള്ളവരായിരിക്കണമെന്ന് മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. വിദ്യാർത്ഥികൾ ഈ നാട്ടിൽ തന്നെയുള്ള തൊഴിൽ സാധ്യതകൾ സ്വയം കണ്ടെത്തണം. അവർ സംരംഭകരും തൊഴിൽദാതാക്കളും ആകണമെന്നും മാർ ജോസ് പുളിക്കൽ കൂട്ടിച്ചേർത്തു. ഈ നാട്ടിൽ തന്നെയുള്ള ജോലി സാധ്യതകൾ നമ്മൾ സ്വന്തമാക്കണം. ഗവൺമെന്റ് മേഖലയിലുള്ള തൊഴിൽ സാധ്യതകളെ കുറിച്ച് കൃത്യമായിട്ട് അറിവ് നേടിയിട്ട് ആ മേഖലയിൽ പ്രാവീണ്യം നേടുകയും കോച്ചിങ്ങുകളിൽ പങ്കെടുക്കുകയും പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുകയും നിശ്ചയമായിട്ടും ആ മേഖലയിൽ പരിശ്രമിക്കുകയും ചെയ്യണം. നാടിനോടുള്ള പ്രതിബദ്ധത ഒരിക്കലും നമ്മൾ മറക്കരുത്. അത് പ്രധാനപ്പെട്ടതാണ്. എന്ന് മാത്രമല്ല, തൊഴിൽ സാധ്യതകൾ നമ്മൾ തന്നെ കണ്ടെത്തണം. നമ്മൾ തൊഴിൽ കൊടുക്കുന്നവരായി കൂടെ മാറണം. സംരംഭങ്ങൾ ആരംഭിക്കണം. ശാസ്ത്രീയമായ രീതിയിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കണം. ശാസ്ത്രീയമായ രീതിയിൽ കൃഷി സമ്പ്രദായങ്ങൾ കണ്ടെത്തി നടപ്പിലാക്കാൻ കഴിയണം. അങ്ങനെയുള്ള നല്ല ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് മിടുക്കരായ പ്രഗത്ഭരായ കുട്ടികൾ നിങ്ങൾ നന്നായി പഠിച്ചുയർന്നിട്ട് കാർഷിക മേഖലയിൽ തന്നെ സമുദ്ധരിക്കുവാനുള്ള സാധ്യതകൾ കണ്ടെത്തണം. പ്രതിസന്ധികൾക്കിടയിലും തിളക്കമാർന്ന വിജയം നേടിയ കുട്ടികൾ കാലഭേദമന്യേ വിലമതിക്കപ്പെടുന്ന രത്നങ്ങളാണെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ പറഞ്ഞു. ഇൻഫാം ദേശീയ ഡയറക്ടർ ഫാദർ ജോസഫ് ചെറുകരക്കുന്നേൽ, കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്തിരുവേലിൽ, ഇൻഫാം തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് ആർ.കെ. ദാമോദരൻ, കേരള സംസ്ഥാന സെക്രട്ടറി അഗസ്റ്റിൻ പുളിക്കക്കണ്ടത്തിൽ, ഇൻഫാം പാറശാല കാർഷിക ജില്ലാ ഡയറക്ടർ ഫാദർ ജോർജ് വെട്ടിക്കാട്ടിൽ, കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ സെക്രട്ടറി ഡോക്ടർ പി.വി. മാത്യു പ്ലാത്തറ, സംസ്ഥാന ട്രഷറർ തോമസ് തുപ്പലഞ്ഞിയിൽ എന്നിവർ പ്രസംഗിച്ചു. പൊടിമറ്റം സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഇൻഫാം കർഷകരുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും ആദരിച്ചു. കുട്ടികൾക്ക് സ്വർണ്ണ നാണയങ്ങളും ഫലകങ്ങളും കൂടാതെ മറ്റ് സമ്മാനങ്ങളും നൽകി. ഇൻഫാം കാഞ്ഞിരപ്പള്ളി, പാല, ചങ്ങനാശ്ശേരി, പാറശാല കാർഷിക ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിലെ തേനി, ഡിണ്ടിഗൽ, മധുര കാർഷിക ജില്ലകളിൽ നിന്നുമുള്ള 239 കുട്ടികളാണ് അവാർഡിന് അർഹരായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ഇല്ലിക്കൽ കല്ല് സന്ദർശിച്ചു മടങ്ങിയ സംഘം സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് താഴേക്ക് പതിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം പണ്ടാരവളവ് സ്വദേശി എബിക്കാണ് പരിക്കേറ്റത്. ഇല്ലിക്കൽക്കല്ല് സന്ദർശിച്ചു മടങ്ങിയ സംഘം സഞ്ചരിച്ച കാറിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് വീടിന്റെ സംരക്ഷണ ഭിത്തിക്ക് താഴേക്ക് പതിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ഞായറാഴ്ച 1:30 മേലടുകത്തിന് സമീപമാണ് അപകടമുണ്ടായത്. അപകടത്തിൽ തിരുവനന്തപുരം പണ്ടാരവളവ് സ്വദേശി എബിയുടെ കൈ ഒടിഞ്ഞു. തിരുവനന്തപുരം സ്വദേശികളായ 5 യുവാക്കളാണ് കാറിലുണ്ടായിരുന്നത്. ഇറങ്ങി വന്ന കാറിന്റെ ബ്രേക്ക് നഷ്ടമായപ്പോൾ റോഡരികിൽ കണ്ട വീടിന്റെ മുറ്റത്തേക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു. വേഗതയിൽ വന്ന വാഹനത്തെ തടഞ്ഞു നിർത്താൻ പറ്റിയതൊന്നും വീട്ടുമുറ്റത്ത് ഉണ്ടായിരുന്നില്ല. മുറ്റത്ത് കയറിയ കാർ വീടിന്റെ സംരക്ഷണ ഭിത്തിയുടെ താഴേക്ക് വീഴുകയായിരുന്നു. കാർ 15 അടിയോളം താഴേക്ക് വീണു. വീടിന്റെ താഴെ പുരയിടത്തിന്റെ സംരക്ഷണ ഭിത്തിയിലേക്കാണ് വാഹനം വീണത്. ചോനമലയിൽ രാജേഷിന്റെ വീട്ടുമുറ്റത്തേക്കാണ് കാർ കയറിയത്. ഈ സമയത്ത് മുറ്റത്ത് ആരും ഉണ്ടായിരുന്നില്ല. കൈയൊടിഞ്ഞ എബിയെ ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബോത്സവ 2024 കുടുംബ ശാക്തീകരണ കൂട്ടായ്മ നടത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ ശാക്തീകരണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കുടുംബോത്സവ് 2024 എന്ന പേരിൽ ദമ്പതികൾക്കായി തെള്ളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച കൂട്ടായ്മയുടെ ഉദ്ഘാടനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ നാനാതുറകളെ സ്പർശിക്കുന്ന പ്രവർത്തനങ്ങൾ കാലഘട്ടത്തിന് അനുസരിച്ച് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് സാധിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സോഷ്യൽ സർവീസ് സൊസൈറ്റി യഥാർത്ഥത്തിൽ പൊതുപ്രവർത്തന രംഗത്തുള്ള ആളുകൾക്ക് നല്ലൊരു ട്രെയിനിങ് സെൻ്ററാണ്. മാസ്റ്റർ ട്രെയിനർ എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റാറ്റസിലോട്ടാണ് സോഷ്യൽ സർവീസ് സൊസൈറ്റി നിൽക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും അവിടെ മാന്യമായ ഒരു നേതൃത്വ ഗുണം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനും കഴിയുന്ന നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ സർവീസ് ഓർഗനൈസേഷനായി നിൽക്കുകയാണ്. ഞാൻ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഏത് കാലഘട്ടത്തിൽ എത്ര വലിയ വെല്ലുവിളികൾ വന്നാലും ആ വെല്ലുവിളികൾക്ക് പരിഹാരം പറയാൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് കഴിയും. കോട്ടയം അതിരൂപത സഹായ മെത്രാൻ ഗീവർഗീസ് മാർ അപ്രേം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോട്ടയം സോഷ്യൽ സർവീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ, കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ, കോട്ടയം മുനിസിപ്പൽ കൗൺസിലർ TC റോയി, KSSS കോർഡിനേറ്റർ ലൈല ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്ന് 1 ലക്ഷത്തോളം രൂപ മോഷ്ടിച്ച സംഭവത്തിൽ
ദിവസത്തിനുള്ളിൽ പ്രതി പോലീസിന്റെ പിടിയിലായി. ഈരാറ്റുപേട്ട നടക്കൽ പാതാഴപ്പടി മുണ്ടക്കപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ഫൈസലിനെയാണ് മൂവാറ്റുപുഴ പോലീസ് പിടികൂടിയത്. വള്ളക്കാലിൽ ജംഗ്ഷന് സമീപമുള്ള വീടാണ് പകൽ കുത്തി തുറന്ന് 1 ലക്ഷത്തോളം രൂപ ഇയാൾ മോഷ്ടിച്ച് കടന്നു കളഞ്ഞത്. പ്രതിക്ക് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ മോഷണ ഭവനഭേദന കേസുകളുണ്ട്. ആശ്രമ ജീവിതത്തിലെ നിറമുള്ള അനുഭവ കഥകൾ പങ്കുവച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. മന്ത്രിപദവി ഏറ്റെടുത്ത ശേഷം ആദ്യമായി ശ്രീരാമകൃഷ്ണ മഠത്തിലെത്തി ആശ്രമ ജീവിതത്തിലെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ആശ്രമ ജീവിതത്തിലെ നിറമുള്ള അനുഭവ കഥകൾ പങ്കുവച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പാലാ അരുണാപുരം ശ്രീരാമകൃഷ്ണ മഠത്തിൽ എത്തി. ഭാരതത്തിന്റെ സാംസ്കാരിക ധാരകളെയും പാരമ്പര്യ വിജ്ഞാനങ്ങളെയും ആദ്യമായി എന്നിലേക്ക് പകർന്നത് ശ്രീരാമകൃഷ്ണ മഠമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സർവധർമ്മങ്ങളെയും ബഹുമാനിക്കുന്ന പാരമ്പര്യമാണ് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിനുള്ളത്. ഇവിടുത്തെ പ്രാർത്ഥനാ നിർഭരമായ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. മന്ത്രിപദവി ഏറ്റെടുത്ത ശേഷം ആദ്യമായി ശ്രീരാമകൃഷ്ണ മഠത്തിൽ എത്തി ആശ്രമ ജീവിതത്തിലെ ഓർമ്മകൾ പങ്കുവച്ച് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. പിന്നെ ഇടയ്ക്കൊക്കെ എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ ഇവിടെ വരാറുണ്ട്. ഇപ്പൊ കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് ഇത് ശ്രദ്ധിക്കപ്പെട്ടു എന്നേ ഉള്ളൂ. അപ്പൊ അതൊരു നിഷ്ഠയായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. യാദൃശ്ചികമായിട്ട് സംഭവിച്ച കാര്യം അന്ന് പുതുവള സാറ് ഇവിടെ വരുമായിരുന്നു. പക്ഷെ ഇടയുടെ സാറിനായിരുന്നു അതിൻ്റെ ചാർജ്. ഞങ്ങൾ ഒത്തിരി അതുപോലെ ഇവിടുത്തെ ഒരു മതേതരത്വ സ്വഭാവം ഞങ്ങൾ ഈ ആഘോഷങ്ങളെല്ലാം തന്നെ നടത്താറുണ്ടായിരുന്നു. ക്രിസ്മസ് ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ, എല്ലാവിധ പരിപാടികളും ഇവിടെ നടത്താറുണ്ടായിരുന്നു. ഒരു എന്താണ് ഭാരതം എന്ന് ഇവിടെ നിന്ന് എനിക്ക് പിടികിട്ടി. അധികം യാത്ര ചെയ്യേണ്ടി വന്നു. 1982-84 പാലാ സെന്റ് തോമസ് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് രാമകൃഷ്ണാശ്രമത്തിലെ ഹോസ്റ്റലിൽ താമസക്കാരനായത്. ശ്രീരാമകൃഷ്ണ മഠം അധ്യക്ഷൻ സ്വാമി വീതസംഗാനന്ദ മഹാരാജ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ TV മുരളി വല്ലഭൻ, ഡോക്ടർ PB സനീഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ നഗരസഭയിൽ ഒരേ നിരയിൽ ഭരണപക്ഷ പ്രതിപക്ഷ കൗൺസിലർമാർ. അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പരസ്പരം പറഞ്ഞു തീർക്കുമെന്ന് കൗൺസിലർമാർ പറഞ്ഞു. പാലാ നഗരസഭയിൽ ഒരേ നിരയിൽ ഇരിപ്പുറപ്പിച്ച് ഭരണപക്ഷ കൗൺസിലർമാർ. കഴിഞ്ഞ ദിവസം ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് കൗതുകകരമായ സംഭവം. തങ്ങൾ ഇനി ഒന്നിച്ചുണ്ടാകുമെന്ന് പാലാ നഗരസഭാ കൗൺസിൽ യോഗം തുടങ്ങും മുമ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ പറഞ്ഞത് കേരള കോൺഗ്രസ് എം പ്രതിനിധികൾ അനുകൂലിച്ചു. ഭരണപക്ഷത്തെ CPM പ്രതിനിധി അഡ്വക്കേറ്റ് ബിനു പുളിക്കക്കണ്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ശേഷം ചേർന്ന ആദ്യ കൗൺസിൽ യോഗത്തിലെ ബൈജുവിന്റെ ഈ വാക്കുകൾ ശ്രദ്ധേയമായി. ബിനുവിനോടൊപ്പമുള്ള ഷീബ ജിയോയെയും തങ്ങൾ ഇനി ഭരണപക്ഷത്ത് കൂട്ടുന്നില്ലെന്ന അഭിപ്രായവും ബൈജുവിന്റെ വാക്കുകളിലുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ചൊള്ളാനിയും മറ്റ് 4 പ്രതിപക്ഷ കൗൺസിലർമാരും വ്യക്തിപരമായ കാരണങ്ങളാൽ കൗൺസിലിൽ പങ്കെടുത്തില്ല. ന്യൂസ് ബ്യൂറോ, പാലാ. കുവൈറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് സംസ്ഥാന സർക്കാർ ജോലിയും വീടും നൽകണമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു. മരണമടഞ്ഞവരുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം കോട്ടയത്ത് നടന്ന ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സജി മഞ്ഞക്കടമ്പിൽ. കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ബാലുജി വെള്ളിക്കര അധ്യക്ഷനായി. അറിയിപ്പ്: പൂവരണി ഗവൺമെന്റ് UP സ്കൂളിൽ LP-STയുടെയും താൽക്കാലിക ഒഴിവിലേക്കുള്ള ഇന്റർവ്യൂ ചൊവ്വാഴ്ച പകൽ 10:30 നടക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ കേറ്ററ്റ് ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകുക. PSC റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് മുൻഗണന. കോട്ടയം കരുപ്പത്തിട്ട ഗവൺമെന്റ് ഹൈസ്കൂളിൽ HSA ഹിന്ദി സോഷ്യൽ സയൻസ് താൽക്കാലിക ഒഴിവുകളിലേക്ക് ചൊവ്വാഴ്ച പകൽ 10:30 അഭിമുഖം നടക്കും. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂൾ ഓഫീസിൽ ഹാജരാകണം. പാലാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉണ്ടാകുന്ന താൽക്കാലിക ഒഴിവുകളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ലാബ് അസിസ്റ്റന്റുമാരായി നിയമിക്കുന്നതിന് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു. SSLC-യാണ് യോഗ്യത. വയസ്സ് 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെ. അപേക്ഷകൾ, യോഗ്യത, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം 20-ാം തീയതി 4-ന് മുമ്പായി കോർപ്പറേറ്റ് ഓഫീസിലെത്തണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ത്യാഗസ്മരണയിൽ ഇസ്ലാം ജനത ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കുചേർന്ന വിശ്വാസികൾ. കുവൈറ്റ് ദുരന്തം. സ്റ്റെഫിൻ എബ്രഹാമിന് കണ്ണീരോടെ വിട പറഞ്ഞ ജന്മനാട്. പാമ്പാടിയിലേക്ക് ഒഴുകിയത് ആയിരങ്ങൾ. കർഷക മക്കൾക്ക് ആദരവേകി ഇൻഫാം എക്സലൻസ് അവാർഡ്. വിദ്യാർത്ഥികൾ സംരംഭകരും തൊഴിൽദാതാക്കളുമാകണമെന്ന് മാർ ജോസ് പുളിക്കൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.